എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അറബിക് ഡിപ്പായ ഹാമൂസ് ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട റെസിപ്പിയാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഹാമൂസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. സാധാരണ ഹാമൂസിനൊക്കെ ഒരു മഞ്ഞ നിറം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു മഞ്ഞ നിറമല്ല, കുറച്ചും കൂടി ലൈറ്റ് കളറായിട്ടുള്ള ഒരു കളറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഹാമൂസിന്. അപ്പോൾ ലൈറ്റ് കളറായിട്ടുള്ള ഹാമൂസ് കിട്ടുന്നതിനുള്ള ടിപ്പൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട, അതേപോലെ ഇതിന് കബാബിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിപ്പാണിത്. ഇപ്പോൾ ഹാമൂസ് ഉണ്ടാക്കാൻ അരക്കപ്പ് വെള്ളക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളക്കടല ഒരു ബൗളിലേക്ക് ഇട്ട് അത് സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കണം. അത് കുക്ക് ചെയ്യാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 10-15 വിസിൽ വരുന്നവരെ വേവിക്കുക. നല്ലതുപോലെ വേവണം. വെന്ത ശേഷം അതിൽ ബാക്കിയുള്ള വെള്ളം, ആ കുക്കറിൽ എത്ര വെള്ളം ബാക്കിയുണ്ടോ അത്രയും വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കണം. അത് കളയരുത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിന് ചൂടുണ്ടാവും. അപ്പോൾ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ കടല നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ആ കടല വേവിച്ച വെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഐസായിട്ടുണ്ട്. ഇനി അതും കൂടെ ഈ കടലയിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഹാമൂസിന്. കടല വേവിച്ച വെള്ളമല്ലേ. ഇനി അതിൻ്റെ കൂടെ 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. മൂന്ന് ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളിയുടെ അല്ലി 3 ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, താഹിനി പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ. അത് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ അത് വെളുത്ത എള്ള് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അടിയിലേക്ക് അരയാണ്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇടുമ്പോഴാണ് അത് ഹാമൂസ് കുറച്ചൊരു ലൈറ്റ് കളറായിട്ട് കിട്ടുന്നത്. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്ത ശേഷം ഇതേപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അരയ്ക്കണം. ഇനിയിപ്പോൾ ഇത് കുറച്ച് തിക്കാണ്, കുറച്ചും കൂടി അരിയാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചാലും മതി. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നും കൂടി അരച്ചു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാമൂസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഡിപ്പാണ് ഹാമൂസിൻ്റെ ഡിപ്പ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആ നടുഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ ആ നടുഭാഗത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കണം. നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു 5-6 കടല അതിലിടണം. പിന്നെ ഞാനിത് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ സുമാക്ക് എന്നുള്ളൊരു പൗഡറാണ് സാധാരണ ഇടുന്നത്. അത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് വറുത്ത് പൊടിച്ച ജീരകമാണ്, ജീരകത്തിൻ്റെ പൊടിയാണ്. പാഴ്സലിയുടെ ഇലയാണെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇടാവുന്നതാണ്.